DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ അന്വേഷണം വേണമെന്ന് CPIM. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായി പരാതിയുണ്ട്. NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് കോൺഗ്രസ് നേതാക്കൾ മാറ്റിയതായി സംശയമുണ്ടെന്നും CPIM ബത്തേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി R. ജയപ്രകാശ് പറഞ്ഞു. യഥാർത്ഥത്തിൽ NM വിജയൻ എന്ന് പറയുന്നത് ഒരു രക്തസാക്ഷിയാണ്. കാരണം സുൽത്താൻ ബത്തേരിയിലെ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതിയിൽ ഒരു രക്തസാക്ഷിയായിട്ടാണ് യഥാർത്ഥത്തിൽ NM വിജയൻ ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. വിജയനെ പോലെയുള്ള ഒരു വ്യക്തി ആത്മഹത്യപ്പെടുമ്പോൾ എന്തായാലും ഒരു കാരണം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ തയ്യാറാണ്. അപ്പോൾ അദ്ദേഹം ഒരു കത്ത് ആത്മഹത്യാക്കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളെല്ലാവരും വിശ്വസിക്കുന്നത്. ആ ആത്മഹത്യാക്കുറിപ്പ് പുറത്തു വരണം. അത് എവിടെ പോയി എന്നുള്ളത് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ മരണം സംബന്ധിച്ച് വലിയ ദുരൂഹതകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. സമഗ്രമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കണം. ഇതിൻ്റെ വസ്തുതകൾ പുറത്തു കൊണ്ടുവരണം. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി കോഴിക്കോട്ട് നിന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഈ മരണവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സംശയങ്ങൾ, ദുരൂഹതകൾ, അതിനിടയിൽ CPIM ഇങ്ങനെ ഒരു ആക്ഷേപവും ഉയർത്തുന്നു. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണ്. പോലീസും ഇതിൻ്റെ ഭാഗമായുള്ള അന്വേഷണത്തിലായിരുന്നു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിനായി കാത്തിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. പുതിയ വിവരങ്ങൾ എന്താണ് അഭിജിത്ത് മുഴക്കുന്നത്? കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വയനാട് DCC ട്രഷറായ NM വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. തുടർന്ന് അദ്ദേഹത്തെ സുൽത്താൻ ബത്തേരിയിലെ ആശുപത്രിയിലും പിന്നാലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെയും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്നലെയാണ് ഇവർ രണ്ടുപേരുടെയും മരണം സംഭവിക്കുന്നത്. നിലവിൽ ഇപ്പോൾ ഈ മരണത്തിൽ ഒരു ദുരൂഹതയുണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. ബത്തേരി അർബൻ ബാങ്കിലെ നിയമനങ്ങളുടെ പേരിൽ തട്ടിപ്പ് നടന്നതായി പരാതി നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെയൊക്കെ ബലിയാടാണ് NM വിജയൻ എന്ന് ബത്തേരി ഏരിയ കമ്മിറ്റി ആരോപിക്കുന്നു. NM വിജയന്റെ ആത്മഹത്യാ കുറിപ്പ് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട്. കാരണം ഈ അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ, ജില്ലാ നേതാക്കൾ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. ഈ അഴിമതിയുടെ ബലിയാടാക്കുകയായിരുന്നു NM വിജയനെ എന്നാണ് ഇവർ ആരോപിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു ആത്മഹത്യാക്കുറിപ്പ് സ്വാഭാവികമായി ഉണ്ടാകേണ്ടതുണ്ട്. ഈ ദിവസം അദ്ദേഹം വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയ സമയത്ത് അവിടേക്ക് ആദ്യം എത്തിയത് കോൺഗ്രസ് നേതാക്കളാണ്. ഈ കോൺഗ്രസ് നേതാക്കൾ ഈ ആത്മഹത്യാക്കുറിപ്പ് ഒളിപ്പിച്ചതാണ് എന്നുള്ള കാര്യം കൂടി നിലവിൽ CPM ആരോപണമായി ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ വ്യക്തമായ ഒരു അന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെടുന്നുണ്ട്. ഏതായാലും അല്പസമയത്തിനകം NM വിജയന്റെയും മകന്റെയും മൃതദേഹം DCC ഓഫീസിലേക്ക് കൊണ്ടുവരും. തുടർന്ന് വീട്ടിൽ പൊതുദർശനമുണ്ടാകും. തുടർന്നായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക.